ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നാടൻ പാട്ടുകളെക്കുറിച്ചാണ്. അതായത് മണ്ണിൻ്റെ മണമുള്ള പാട്ടുകൾ. അതാണ് നാടൻ പാട്ടുകൾ. നമ്മുടെ ആദ്യകാല ജനത അവരുടെ അധ്വാന ലഘൂകരണത്തിനും വിനോദോപാധിയായിട്ടും അങ്ങനെയൊക്കെ പാടി വന്നിരുന്ന വാമൊഴി സാഹിത്യത്തിൽപ്പെട്ട ഗാനങ്ങളാണ് നാടൻ പാട്ടുകൾ. എന്നാൽ ആ വാമൊഴി സാഹിത്യത്തിൽ നിന്നും ഇന്നത്തെ കാലത്ത് അത് വരമൊഴിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ആദ്യകാലത്ത് അത് വാമൊഴി സാഹിത്യത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ മലയാളിയുടെ സംസ്കാരവും തൊഴിൽ, വിശ്വാസം, ആചാരം, ജാതി, മതം തുടങ്ങിയ സ്വീകാര്യവും അസ്വീകാര്യമായ പല ഘടകങ്ങളും ശക്തമായി കാണാൻ പറ്റും. അതിനാൽ തന്നെ ഇതിനെ സാംസ്കാരിക കലവറ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ നാടൻ പാട്ടുകളെ പല രീതിയിൽ പലരും വർഗീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലാണ് വർഗീകരിച്ചിരിക്കുന്നത്. പ്രശസ്ത കവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ ഇതിനെ 6ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 ദേവതാ പൂജ, 2 വീരപുരുഷാരാധന, 3 വിനോദം, 4 ശാസ്ത്രം, 5 കുലവൃത്തി, 6 സദാചാരം എന്നിവയാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രമുഖ നിരൂപകനായ അപ്പൻ തമ്പുരാൻ ഇതിനെ 12 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. പുരാണം, സ്തോത്രം, സദാചാരം, ശാസ്ത്രം, വീരചരിതം, ദേശചരിത്രം, തൊഴിലില്ലായ്മ, വിനോദം, ഭൗതികം, വൈഷയികം, രാഷ്ട്രീയം, സാമുദായികം എന്നിവയാണ് അവ. ഇതുകൂടാതെ മറ്റു പല മാനദണ്ഡങ്ങളനുസരിച്ച് പല വിഭജനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഗാനവിഭാഗം, കഥാഗാന വിഭാഗം, വീരകഥാഗാനങ്ങൾ, വടക്കൻ, തെക്കൻ, ആത്മീയം, മതപരം, ലൗകികം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ നാടൻ പാട്ടിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് വഞ്ചിപ്പാട്ട്. അതായത് വള്ളംകളിയോടനുബന്ധിച്ച് തുഴച്ചിലിന് ആവേശവും താളവും ഒക്കെ നൽകുന്നതിനായി വള്ളം തുഴയുന്നവരെല്ലാവരും കൂടെ കൂട്ടി പാടുന്ന പാട്ടുകളാണ് വഞ്ചിപ്പാട്ടുകൾ. അതായത് തുഴക്കാരുടെ ഒരുമയും ആവേശവും പ്രകടമാക്കുന്ന ഈ പാട്ടുകൾക്ക് മനോഹരമായ താളവും ഈണവും ഉണ്ടാവും. കായലിലെ ഓളങ്ങളോടൊപ്പം വഞ്ചിപ്പാട്ടിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ കേരളത്തിൻ്റെ തനതായ പാരമ്പര്യവും സംസ്കാരവും ഇതൊരു അനുഭവമായിട്ട് കാണാം. ഇതിപ്പോൾ നമ്മുടെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നെയുള്ള വേറൊരു കഥാവിഭാഗമാണ് കഥാഗാനങ്ങൾ. അതായത് ഒരു പ്രധാന കഥ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ. അത് ശ്രോതാക്കളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള അവതരണമാണ്. അതിൽ വീരകഥകളോ ചരിത്രകഥകളോ ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ എന്തു വേണേലും ആകാം. ഇങ്ങനെ കഥാവിഭാഗങ്ങൾ മലയാളത്തിൽ തെക്കൻ പാട്ടുകളെന്നും വടക്കൻ പാട്ടുകളെന്നാണ് തിരിച്ചിരിക്കുന്നത്. തെക്കൻ പാട്ടുകൾ അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിലുള്ള പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. അതിൽ പ്രധാനമായിട്ടും ഇരവിക്കുട്ടി പിള്ളപ്പോര്, ഉലകുട പെരുമാൾ പാട്ട്, അഞ്ചു തമ്പുരാൻ പാട്ട്, കന്നാടിയാൻ പോര തുടങ്ങിയവയാണുള്ളത്. പിന്നെ പഞ്ചവൻകാട്, നീലിക്കഥ, സതി, ചമ്പകവല്ലി, പുരുഷാദേവി അമ്മപ്പാട്ട് തുടങ്ങിയ ധാരാളം പാട്ടുകളും അക്കൂട്ടത്തിലുണ്ട്. വടക്കൻ പാട്ടുകളെന്ന് പറഞ്ഞാൽ വടക്കേ മലബാറിലെ പണ്ട് മുതലുള്ള ധീരരായ അല്ലെങ്കിൽ ആയോധന കലകളിൽ തൽപരരായ ജനവിഭാഗത്തെക്കുറിച്ചും അവരുടെ അവതാരങ്ങൾ പ്രകീർത്തിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ ഉൾപ്പെടുന്നത്. ഉത്തര കേരളത്തിലെ കോലത്തിരുനാട്, വടകര, വയനാട് എന്നീ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നവരാണ് ഈ വടക്കൻ പാട്ടുകളിലെ കഥാപാത്രങ്ങൾ. അതായത് പുത്തൂരം പാട്ടുകളെന്നും തച്ചോളി പാട്ടുകളെന്നും ഇതിനെ പറയാറുണ്ട്. അതിനെ തരംതിരിക്കാറുണ്ട്. പുത്തൂരം പാട്ടുകളിൽ ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച, ആരോമൽ ഉണ്ണി തുടങ്ങിയ ധീരചേകവന്മാരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. എന്നാൽ തച്ചോളി പാട്ടിൽ തച്ചോളി ഒതേനക്കുറുപ്പ്, തച്ചോളി ചന്തു, പാലാട്ടുകോമൻ തുടങ്ങിയ പരാക്രമശാലികളായ പ്രതികരിക്കുന്നതാണ് പുത്തൂരം പാട്ടുകളിൽ വീരനായിക എന്ന് പറയുന്ന ഉണ്ണിയാർച്ചയാണ്. അടുത്തായിട്ട് ഈ നാടൻ പാട്ടുകൾ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് കൃതികളെക്കുറിച്ച് ഞാൻ പറയാം. 1 ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ കേരള സാഹിത്യ ചരിത്രം 1ാം വാല്യം. 2 രാഘവൻ പയ്യാടിൻ്റെ ഫോക്ലോർ, അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അടുത്തത് MM ശ്രീധരൻ്റെ ഫോക്ലോർ സമീപനങ്ങളും സാധ്യതകളും, അത് മലയാള പഠന ഗവേഷണ കേന്ദ്രം തൃശ്ശൂരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1 MC അപ്പുണ്ടി നമ്പ്യാർ, അത് സമ്പാദനമാണ്, വടക്കൻ പാട്ടുകൾ. പിന്നെ അത് കേരള സാഹിത്യ അക്കാദമിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ K ശ്രീകുമാറിൻ്റെ പുത്തൂരം തച്ചോളി പാട്ടുകളടക്കം 75 പാട്ടുകൾ ആധികാരികം സമഗ്രം, കേരള സാഹിത്യ അക്കാദമിയുടെ പുസ്തകമാണ്. പിന്നെ A ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം DC ബുക്സ്, NM നമ്പൂതിരിയുടെ കേരള സംസ്കാരം അകവും പുറവും കാലിക്കറ്റ് സർവകലാശാല, എരുമേലി പരമേശ്വര പിള്ളയുടെ മലയാള സാഹിത്യ ചരിത്രം കാലഘട്ടങ്ങളിലൂടെ DC ബുക്സ്, KM ജോർജിൻ്റെ സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ SPS കോട്ടയം. ഈ ടെസ്റ്റുകളിലൂടെ നമുക്ക് നാടൻ പാട്ടുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ വിച്ചു എന്നാണ് എൻ്റെ Instagram ID, അതിൽ വന്നിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ട്സ് PDF ആയിട്ട് ഞാൻ ഇട്ടുതരാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണം കൂടെ അമർത്തിയേക്കണേ.